Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഡോക്ടർ പറയുന്നത് കേൾക്കാതെ ജ്വല്ലറി പെണ്ണാണെങ്കിൽ ആ ഒരു ഐറൺ കേട്ട ഭാഗത്തേക്ക് വന്ന് അവളുടെ പപ്പയുടെ ആ ഹാമേഡ് പവർ അത് കണ്ട് ഷോക്ക് ആവുകയാണ്. ഡോക്ടർ ആണെങ്കിൽ അപ്പോഴും വിളിച്ചു പറയും, ഓ നോ ജ്വൽ, ഞാൻ പറയുന്നത് കേൾക്ക്, നീ നോക്കി നിൽക്കാനായിട്ട് പാടില്ല. ആ പവറും നിന്റെ പപ്പയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അവൾക്കാണെങ്കിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ വേറൊരാള് ഇപ്പോൾ ഡോക്ടർ വേക്ക് ഓഫ് പങ്കിനോട് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയും. മരിച്ചു കഴിഞ്ഞ ഒരു ബോഡിയിൽ 22 ഗ്രാമിന്റെ കുറവുണ്ട്. അത് സംഭവിച്ചത് ഇങ്ങനെയാണെന്ന് ഞാൻ ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്തു. അതിലൂടെ എനിക്ക് മനസ്സിലായി സോള് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അത്രയും ഗ്രാം കുറഞ്ഞത്. അത് കേട്ട് ഡോക്ടർ ആണെങ്കിൽ ഒരുപാട് ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്ത് അതിലെന്തോ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആളുടെ തൊട്ടടുത്ത് കൂമയാണെങ്കിൽ അവന്റെ കയ്യിലേക്ക് തന്നെ നോക്കും. ആക്ച്വലി കൂമയുടെ സ്പെഷ്യൽ പവർ അത് മറ്റൊന്നുമല്ല, അവനൊരാളുടെ ദേഹത്ത് അറ്റാക്ക് ചെയ്താൽ അതിന്റെ ഇമ്പാക്ട് മറ്റൊരാളുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയും. ആളാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് വീണ്ടും വീണ്ടും ഫോർമുല അതങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഡോക്ടർ ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇപ്പൊ ജ്വല്ലറി പെണ്ണിനെ തിരികെ വിളിക്കുകയാണ്. നീ ഇനിയും അവിടെ നിൽക്കാനായിട്ട് പാടില്ല, എത്രയും വേഗം നീ തിരികെ വന്നേ പറ്റൂ. അവളാണെങ്കിൽ അപ്പോഴും അത് മൈൻഡ് ചെയ്യാതെ അതിന്റെ അടുത്തേക്ക് പോകും. ഉടനെ ഡോക്ടർ ആണെങ്കിൽ വിളിച്ചു പറയും, നിന്റെ പപ്പയുടെ ആ ഒരു ആംഡ് പവർ അത് മുഴുവൻ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. കേസ് അവേക്കനായി കഴിഞ്ഞാൽ നിന്നെ കൊണ്ട് ആ പവർ താങ്ങാനായിട്ട് കഴിയില്ല, അത് നിന്റെ ജീവന് പോലും ആപത്താണെന്ന് പറയും. അതിനവൾ പറയും, ഇതെന്റെ പപ്പയുടെ പവറാണ്, അതെന്നെ ചതിക്കില്ല, എനിക്ക് അതിന്റെ അടുത്തേക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ് അവൾ അങ്ങനെ കടന്നു പോവും. കട്ട് ചെയ്ത ഇപ്പോ ഫ്ലാഷ് ബാക്കിൽ ഡോക്ടർ കൂമയോട് കെഞ്ചും, പ്ലീസ് ദയവ് ചെയ്ത് നിന്റെ പവറും മെമ്മറിയും അതൊരു തവണയെങ്കിലും എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് തരണം. ഒരു കാരണവശാലും എന്റെ മെമ്മറി അത് ഞാൻ ആർക്കും മുൻപിൽ ഷെയർ ചെയ്യില്ല. കൂമയ്ക്കാണെങ്കിൽ അതിലൊട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അവൻ ആ കാര്യം തുറന്നു പറയും. അതിന് ഡോക്ടർ ആണെങ്കിൽ അവനോട് കെഞ്ചുകയാണ്, ഒരേ ഒരു തവണ നീ ഇത് ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്നെ റിസർച്ച് അത് വേറെ ലെവലിൽ കൊണ്ടുപോകാനായിട്ട് കഴിയും. സോ ദയവ് ചെയ്ത് നീ ഇത് ആക്സെപ്റ്റ് ചെയ്യണം. ഇതാ ഇപ്പൊ പ്രസന്റ് കാണിക്കും. കക്കോവും സോറോയും അവർ രണ്ടുപേരും പൊരിഞ്ഞ ബഹളം. കക്കുവിന് പിടികിട്ടും സോറോ അവൻ പഴയതുപോലെ അല്ല, അവന്റെ പവർ അത് ഒരുപാട് കൂടിയിരിക്കുകയാണെന്ന്. സോ അവനും ഇപ്പൊ അവന്റെ ജിറാഫി ട്രാൻസ്ഫർമേഷനിലേക്ക് പതിയെ മാറും. അത് കണ്ട ബ്രൂക്കാണെങ്കിൽ സോറോയെ സഹായിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അപ്പൊ ദൂരത്തായിട്ട് ആ ലുച്ചി, അവന്റെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും വേഗ് ഓഫ് പങ്കിനെ അവനെ കയ്യിലാക്കുക ആണെങ്കിൽ മെയിൻ ടീംസുമായിട്ട് അത് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ നാമി അവൾ അവനെ ശ്രദ്ധിക്കും. നാമിക്ക് നന്നായിട്ട് അറിയാം ലുച്ചിയുടെ പവറിനെ കുറിച്ച്. സോ അവളുടെ ഹാർട്ട് ബീറ്റ് അത് കൂടി വരും. ഇവിടെ ഷക്കയാണെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. ചെറിയൊരു ക്ലിച്ച് സംഭവിച്ചു, അതുകൊണ്ടാണ് അത് പറ്റിപ്പോയത്. ഇവിടെ ലിലിത്തിനാണെങ്കിൽ അറ്റാക്ക് ചെയ്യണം എന്നൊരു ചിന്ത മാത്രം. അവളത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. തിങ്കറിനാണെങ്കിൽ പുതിയ കുറെ ഐഡിയാസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അതൊന്നും തന്നെ ആരും മൈൻഡ് പോലും ചെയ്യില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പുറത്തേക്ക് നോക്കും. ആ സർഫ്യൂംസും ടീമും അവരിപ്പോ കപ്പൽ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ബ്രൂക്കും സോറോയും കപ്പലിലുണ്ട്. അവരിൽ ആൾക്കാർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ നേവി സൈഡിൽ ഇപ്പൊ 7 പേരാണ്. നമ്മുടെ സൈഡിൽ വെറും 2 പേര് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ സഹായം അവർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് അവരവിടേക്ക് പോകാൻ നേരം ഇവിടെ ലുച്ചിയാണെങ്കിൽ അടുത്ത എന്ത് പ്ലാൻ ചെയ്ത് നമ്മുടെ ആൾക്കാർ തകർക്കണം ചിന്തിക്കും. അതേസമയം സോപ്പാണെങ്കിൽ ആ സർഫീംസിനെ കണ്ട് ഭയപ്പെടുകയാണ്. ഷക്ക പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഈ സമയത്ത് നമ്മൾ പേടിച്ചിരുന്ന അതുണ്ടാക്കുക വലിയ അപകടമാണ്. സത്യത്തിൽ അവറ്റകളെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളത് ഒന്ന് ആ 5 എൽഡേഴ്സിനാണ്. 5 എൽഡേഴ്സാണ് അൾട്ടിമേറ്റ് ആയിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതിനുശേഷം ക്രിയേറ്റർ ആയിട്ടുള്ള ഡോക്ടർ വേഗ് ഓഫ് പങ്ക്, പിന്നീട് സെന്റമറു, പിന്നീട് മാത്രമാണ് ഈ നേവിക്കാർക്ക് അവറ്റകളെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുക. ഇപ്പോൾ ഓൾറെഡി സെന്റമറു നമുക്ക് നഷ്ടമായി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷക്കയായ ഞാനും ഒരു വേഗ് ഓഫ് പങ്ക് തന്നെയാണ്. എനിക്ക് ആ നേവി സോൾജിയറിനെ കഴിഞ്ഞും കൂടുതൽ അതിന്റെ മേലെ റൈറ്റ്സ് ഉണ്ട്. എന്നെ കൊണ്ട് അവറ്റകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ആശ്വാസം തോന്നും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജ്വല്ലറി പെണ്ണ്, അവള് ഒരു പാവ് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഡോക്ടറാണെങ്കിൽ അവൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടുന്ന് തിരികെ വിളിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൾ മനസ്സിലാക്കും അവളുടെ പപ്പയുടെ പെയിൻ പവറല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ മെമ്മറിയാണ്. അവൾ പതിയെ അതിന്റെ അടുത്തേക്ക് വന്ന് കരയാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഉമ്മ, അവനാണെങ്കിൽ നിർത്താതെ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. മറി ജോയ്സിലേക്ക് അവൻ വരാതിരിക്കാനായിട്ട് നേവി സോൾജിയേഴ്സ് അവനെ ഷൂട്ട് ചെയ്ത് താഴെയിടും. അതിൽ കൺട്രോൾ പോയ കൂമ അവനങ്ങനെ ഹൃദയം തകർന്ന് കരഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്യും. ഒക്കെയാണെങ്കിൽ ആകെ തല പോഞ്ഞ് നിൽക്കുകയാണ്. അവർ ഡയറക്റ്റ് ആയിട്ട് ചെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മാത്രമേ ആ സർഫ്യൂംസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അതിന് തിങ്കർ പറയും, കുഴപ്പമില്ല, എന്നെ കൊണ്ട് അതിന് പറ്റും, ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ഓടും. അത് കേൾക്കുമ്പോൾ ലിലിത്തിനും അടങ്ങി നിൽക്കാൻ കഴിയില്ല. ഇതെനിക്കും പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഞാനും അവനോടൊപ്പം പോകുമെന്ന് പറഞ്ഞ് അവളും പിന്നാലെ പോവും.
ഷക്കയാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങളുടെ രണ്ടുപേരുടെയും മുകളിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവൻ. സോ തീർച്ചയായിട്ടും അത് കറക്റ്റായിട്ട് ചെയ്യണം. അവർ ഉപദേശിക്കുന്നത് ആണെങ്കിൽ അത്ര ഇഷ്ടാവില്ല. സോ ടെററായിട്ട് ഷക്കയൊന്ന് നോക്കി അവരങ്ങനെ കടന്നു പോവാണ്. ഇവിടെ കക്കുവും സോറോയും അവർ രണ്ടുപേരും നിർത്താതെ പൊരിഞ്ഞ് അട്ടുകെട്ടിയ ബഹളം. മാത്രമല്ല നേവി സോൾജേഴ്സ് വീണ്ടും വീണ്ടും അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഇപ്പം നമ്മുടെ ആൾക്കാരോട് പറയും, സോറോയെ കൊണ്ടും ബ്രൂക്കിനെ കൊണ്ടും അത്രയും പേരെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. സോ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് ഫ്രാങ്കി കപ്പലിനെ ലക്ഷ്യമാക്കി ഓടാനായിട്ട് തുടങ്ങും. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ അപ്പോഴും അവിടേക്ക് പോകാൻ മനസ്സ് വരില്ല. സോറോ അവനൊരു അല്പം അനുഭവിക്കണമെന്ന് പറഞ്ഞ് അവൻ സോറോയെ കളിയാക്കി നിൽക്കും. അതിൽ കൺട്രോൾ പോയ നാമി അവൾ ദേഷ്യപ്പെട്ടു പറയും, നമ്മളെല്ലാവരും ഒരേ ടീംമേറ്റ് ആണ്. ഈ സമയത്തല്ല നീ നിന്റെ ചീപ്പ് ഈഗോ അത് കാണിക്കേണ്ടത്. എത്രയും വേഗം അവരെ ഹെൽപ്പ് ചെയ്യണം. അത് കേൾക്കേണ്ട താമസം അവൻ തുള്ളിച്ചാടും. കാരണം നാമി പറയുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും എൻ്റെ ചുന്ദരി പെണ്ണിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് അവൻ ആ കപ്പൽ ലക്ഷ്യമാക്കിയിട്ട് ഉഷാറായിട്ട് ഓടുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ ഉച്ച മനസ്സോടുകൂടെ പോവും. പക്ഷെ സാഞ്ചിക്കാണെങ്കിൽ വീണ്ടും വീണ്ടും സോറോയെ ഹെൽപ്പ് ചെയ്യണോ എന്നൊരു സംശയം അവന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കക്കു ആണെങ്കിൽ അവന്റെ ട്രാൻസ്ഫർമേഷനിലേക്ക് മാറും. സോറോ ആണെങ്കിൽ കണ്ണുമ ചിമ്മാതെ അവനെ തന്നെ നോക്കുകയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ബ്ലൂ കളർ എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. പഴയതുപോലെ ആ ജിറാഫി ലുക്കിലേക്ക് തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. സോറോ ആണെങ്കിൽ ഇപ്പൊ ബ്രൂക്കിനോട് പറയും, കപ്പലിനി നീ ശ്രദ്ധിക്കണം, എനിക്കിവനെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് സോറോയും കക്കുവും അവർ രണ്ടുപേരും വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് പൊരിഞ്ഞ അട്ടുകിടി ബഹളം. സോറോ അവൻ കൈഡോയെ പോലും വെട്ടി പരിക്കേൽപ്പിച്ചവനാണ്. സോ കക്കോ അവന്റെ മുൻപിൽ ഒരു ഇരയേ അല്ല. കക്കോ ആണെങ്കിൽ അവന്റെ പുതിയ പവർക്ക് ഉപയോഗിച്ച് കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യും. പ്രത്യേകിച്ച് അവനെ മൂക്ക് ഉപയോഗിച്ചായിരിക്കും അവൻ അറ്റാക്ക് ചെയ്യുക. സോറോ ആണെങ്കിൽ അതിലൊന്നും പതറാതെ അവന്റെ സ്ക്വാഡ് വെച്ച് അതിനങ്ങനെ വെട്ടിത്തെറിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലുച്ചി അവന് കാര്യം പിടികിട്ടും. ആ ഡോക്ടർ വേഗോഫ് പങ്ക് ഇൻ കേസ് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനെ കൊണ്ട് ഈ സർഫ്യൂസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന് മുൻപ് നിങ്ങളെ കൊണ്ട് ഈ ഐലാൻഡ് തന്നെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവറ്റകൾ ഉപയോഗിച്ച് അവർ ഐലാൻഡ് നശിപ്പിക്കാനായിട്ട് തുടങ്ങും. ഷക്കയാണെങ്കിൽ ആ കാര്യം കണ്ട് ഷോക്ക് ആവുകയാണ്. കാരണം അവരെല്ലാവരും ലാബിന് നേരെ തിരിയാണ്. ലിലിത്തിനോടും അവിടേക്ക് വേഗം പോയി അവറ്റകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറയും. പക്ഷെ അതിനു മുൻപ് ആ ഒരു ലാബിലേക്ക് വലിയ വലിയ ഭീമുകൾ വന്ന് പതിച്ച് അതിപ്പോ തകരാനായിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ടെൻഷനായിട്ട് ഉച്ചത്തിൽ നിലവിളിക്കും. മറ്റൊരു ഭാഗത്ത് കക്കു ആണെങ്കിൽ വീണ്ടും ഇപ്പൊ സോറോയ്ക്ക് നേരെ വരും. സോറോ ആണെങ്കിൽ ആ ലാബിലേക്ക് നോക്കും. കാരണം നമ്മുടെ ആൾക്കാരെല്ലാവരും ഉള്ളത് ആ ലാബിലാണ്. ഉസോപ്പിനും നാമിക്കും ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവരാണെങ്കിൽ ആ ഒരു അറ്റാക്കിൽ പതറി അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായരായിട്ട് നിൽക്കും. ഇതാ ആ ലേഡി സോൾജിയറിനെ കാണിക്കും. അവളാണെങ്കിൽ അവളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു നേവിക്കാരനെ കടിച്ചു പറിക്കുകയാണ്. ലുച്ചി ആണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. ഇത് പറ്റി നീ എന്തായി ചെയ്യണേ? നമ്മുടെ ആൾക്കാരെ തന്നെ നീ അറ്റാക്ക് ചെയ്യുകയാണോ? അതിനവളാണെങ്കിൽ അവളുടെ സ്യൂട്ടൊക്കെ ഊരി അവളുടെ റിയൽ രൂപത്തിലേക്ക് വരും. മാത്രമല്ല അവൾ കുടിച്ച അവന്റെ ബ്ലഡ് അതങ്ങനെ അവളുടെ വായിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാനല്ല ഇവിടേക്ക് വന്നത്. ഞാൻ ഡോക്ടർ വേഗോഫ് പങ്കിന്റെ ഫസ്റ്റ് ക്ലോണാണ്. ഒരു മെമ്പറാണെന്ന് ഞാനെന്ന് പറഞ്ഞ് അവളങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ലുച്ചി ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. കൺട്രോൾ പോയ ലുച്ചി ആണെങ്കിൽ അവളെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ ഫിംഗർ പിസ്റ്റൽ അറ്റാക്ക് അത് യൂസ് ചെയ്യും. പക്ഷെ അവൾ ഞൊട്ടിയ ഇടയിൽ അവനെ വെട്ടിത്തിരിപ്പിച്ച് ലിപ്സ്റ്റിക് എടുത്ത് അണിഞ്ഞ് അവന്റെ കഴുത്തിൽ ആഞ്ഞ് കടിക്കും. ഒരു തുളുമ്പി അവനങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നോക്കൗട്ട് ആയിട്ട് നിൽക്കുകയാണ്. സോറോ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവളെ തന്നെ നോക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.